തമിഴ് പഞ്ചാംഗത്തിലെ തൈമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. ഇത് മലയാളം പഞ്ചാംഗത്തിലെ മകരമാസത്തിലെ പൂയം നാളാണ്. ശിവസുതനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് വിശ്വാസം. എന്നാൽ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയന്നാൾ എന്നും കരുതപ്പെടുന്നു. താരകാസുരൻ ദേവലോകത്തെ ജീവിതം ദുസ്സഹമാക്കിയപ്പോൾ മഹിഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു. താരകാസുര നിഗ്രഹത്തിനായി പുത്രനായ സുബ്രഹ്മണ്യനെയാണ് ഭഗവാൻ അയക്കുന്നത്. 12 ആയുധങ്ങളുമായായിരുന്നു സുബ്രഹ്മണ്യന്റെ യാത്ര. അസുരനെ വധിച്ച് സുബ്രഹ്മണ്യദേവൻ ദേവലോകത്ത് വീണ്ടും ഐശ്വര്യമെത്തിച്ചു. ആ നാളിന്റെ സ്മരണയ്ക്കായാണ് തൈപ്പൂയ ആഘോഷം. അതേസമയം സുബ്രഹ്മണ്യന്റെ വിവാഹസുദിനമാണ് തൈപ്പൂയമെന്നും പിറന്നാൾ തൃക്കാർത്തികയാണെന്നും മറ്റൊരു ഐതിഹ്യവുമുണ്ട്. മകരസംക്രമ ദിനമാണ് തൈമാസത്തിലെ ആദ്യ നാൾ, ഉത്തരായനത്തിന്റെ തുടക്കം. ഇതാണ് തൈപ്പൊങ്കൽ. അതേ മാസത്തിൽ വരുന്ന മറ്റൊരാഘോഷമാണ് തൈപ്പൂയം. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രധാനമാണ്. എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യദേവൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും തൈപ്പൂയ ആഘോഷം നടക്കുന്നു. പഴനി, തിരുച്ചെന്തൂർ, ഹരിപ്പാട്, കിടങ്ങൂർ, വെണ്ടാർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ തൈപ്പൂയം ആഘോഷിച്ചു വരുന്നു. ഈ ക്ഷേത്രങ്ങളിലെല്ലാം കാവടിയാട്ടവും തുടർച്ചയായ അഭിഷേകങ്ങളും അന്നേ ദിവസം ഉണ്ടാകാറുണ്ട്. തൈമാസം എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് പോലും തൈമാസത്തിൽ നിവൃത്തി ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. സുബ്രഹ്മണ്യനുള്ള സമർപ്പണമാണ് കാവടി. അഭിഷ്ടസിദ്ധിക്കാണ് പീലിക്കാവടികളും പൂക്കാവടികളും ഭസ്മക്കാവടികളും നേരുന്നത്. തൈപ്പൂയ ദിനത്തിൽ കാവടി കെട്ടിയാടുന്നത് വിശേഷമാണ്. പല ക്ഷേത്രങ്ങളിലും ഒരാഴ്ചത്തെ തൈപ്പൂയ ആഘോഷമാണ് നടക്കുക. പഴനിയിൽ രഥോത്സവവും മധുരയിൽ തെപ്പരഥോത്സവവും അന്ന് നടക്കുന്നു. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കൂർക്കഞ്ചേരിയിലെ ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം വലിപ്പം കൊണ്ടും ആഘോഷം കൊണ്ടും പ്രസിദ്ധമാണ്. ശിവസുതനും ദേവസേനാപതിയുമാണ് സുബ്രഹ്മണ്യൻ. ബ്രാഹ്മണ്യം എന്നത് ശിവനെ കുറിക്കുന്നു. അതിനോട് ശ്രേയസിനെ കുറിക്കുന്ന സു എന്ന ഉപസർഗം ചേർത്ത് സുബ്രഹ്മണ്യം എന്ന പേരുണ്ടായെന്ന് സ്കന്ദപുരാണം പറയുന്നു. ശരവണക്കാട്ടിൽ ജനിച്ച കുട്ടിയാണ് സുബ്രഹ്മണ്യൻ. ജനനശേഷം മലർന്നു കിടന്ന കരഞ്ഞ സുബ്രഹ്മണ്യനെ അതുവഴി പോയ 6 ദിവ്യകൃത്തിമാർ കണ്ടു. അവർ കുഞ്ഞിനെ മുലയൂട്ടാനായി തർക്കിച്ചു. അതു കണ്ട കുട്ടി 6 കൃത്തിമാരെയും മാറി മാറി നോക്കി. അപ്പോൾ കുഞ്ഞിന് 6 തലകളുണ്ടായി. 6 തലകൾ ഷൺമുഖൻ എന്ന പേര് നേടിക്കൊടുത്തു. കൃത്തിമാർ മുല കൊടുത്തു വളർത്തിയതിനാൽ ആ കുട്ടി കാർത്തികേയനുമായി. ജനനത്തിന്റെ വിവിധ ഘട്ടങ്ങൾക്ക് ഉത്തരവാദിയായവരുടെ എല്ലാ മകനായി സുബ്രഹ്മണ്യൻ മാറി. വിവിധ പേരുകളും സിദ്ധിച്ചു. സുബ്രഹ്മണ്യൻ യോഗബലത്താൽ കുമാരൻ, വിശാഖൻ, ശാഖൻ, നൈഗമേയൻ എന്ന പേരുകളിൽ 4 ശരീരം സ്വീകരിച്ചു. ഗുഹൻ എന്ന പേരിൽ ശിവന്റെയും, സ്കന്ദൻ എന്ന പേരിൽ പാർവതിയുടെയും, മഹാസേനൻ എന്ന പേരിൽ അഗ്നിയുടെയും, കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും, ശരവണൻ എന്ന പേരിൽ ശരവണത്തിൻ്റെയും, കാർത്തികേയൻ എന്ന പേരിൽ കൃത്തികമാരുടെയും പുത്രനായി സുബ്രഹ്മണ്യൻ അറിയപ്പെട്ടു. സുബ്രഹ്മണ്യന് 2 ഭാര്യമാരുള്ളതായും വിശ്വാസമുണ്ട്. വള്ളി, ദേവയാനി എന്നിവരാണവർ. ഇതിൽ വള്ളിയെ വിവാഹം കഴിക്കും മുമ്പ് അവരുടെ സ്നേഹം മുരുകൻ പരീക്ഷിച്ചതായും പുരാണങ്ങൾ പറയുന്നു. സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ഠി പോലെ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് തൈപ്പൂയവും. അന്നേ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് കാവടിയേന്തി ഭഗവാനെ കാണാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. അഭീഷ്ടസിദ്ധിക്കായാണ് കാവടി വഴിപാട് നേരുന്നത്. പീലിക്കാവടി, പൂക്കാവടി, ഭസ്മക്കാവടി, പാൽക്കാവടി, അന്നക്കാവടി, കളഭക്കാവടി, തൈലക്കാവടി, കർപ്പൂരക്കാവടി, അഗ്നിക്കാവടി എന്നിങ്ങനെ പലതരത്തിലുള്ള കാവടി വഴിപാട് ഭക്തർ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശരവണഭവ എന്ന മന്ത്രം സുബ്രഹ്മണ്യരായം എന്നറിയപ്പെടുന്നു. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൻ്റെ മറ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ നിറയ്ക്കുന്ന മന്ത്രമാണിത്. കുറഞ്ഞത് 21 തവണ ജപിക്കുന്നത് സുബ്രഹ്മണ്യ പ്രീതികരമാണ്. പൊതുവെ സുബ്രഹ്മണ്യ മന്ത്രങ്ങളെല്ലാം 21 തവണ ജപിക്കുന്നതാണ് ശ്രേഷ്ഠം. ഓം വജത്ഭുവേ നമ എന്ന മൂലമന്ത്ര ജപത്തോടെയുള്ള ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിൽ പഞ്ചാമൃതം, പാൽ എന്നിവ നേദിക്കുന്നതും നാരങ്ങാമാല സമർപ്പിക്കുന്നതും ഉത്തമം. കൂടാതെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളും ഗായത്രിയും ജപിക്കുന്നത് നന്ന്.
ജ്യോതിഷത്തിൽ ചൊവ്വയുടെ അധിദേവനാണ് ഷൺമുഖൻ. കൂടാതെ കടബാധ്യത, മംഗല്യതടസ്സം, കോടതി വ്യവഹാരം, രക്തസംബന്ധമായ അസുഖങ്ങൾ, കടുത്ത ശത്രുദോഷം, കലഹം, കർമ്മതടസ്സം, സ്വഭാവദൂഷ്യം, ക്രിമിനൽ സ്വഭാവം, രഹസ്യ ഇടപാടുകൾ, സന്താന ദുഃഖം, സന്താന ഭാഗ്യഹാനി എന്നിവയുടെ പ്രധാന കാരണവും ചൊവ്വയുടെ ജാതകത്തിലെ അനിഷ്ടസ്ഥിതിയാണ്. ചൊവ്വാദോഷത്താൽ മംഗല്യതടസ്സം വരുന്ന ജാതകക്കാർക്ക് സുബ്രഹ്മണ്യ വ്രതനിഷ്ഠയാൽ ദോഷശാന്തി വരുത്തി നല്ല ജീവിതം നേടാൻ കഴിയും. അഗ്നിസ്വരൂപനായ ചൊവ്വയുടെ പ്രീതി ലഭിക്കാൻ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എണ്ണ സമർപ്പണം, കുമാരസ്കന്ധാർച്ചന, മൂലമന്ത്രാർച്ചന, അഷ്ടോത്തരാർച്ചന, ഭസ്മാഭിഷേകം, പനിനീർ അഭിഷേകം, പഞ്ചാമൃതം ഇവ നടത്താവുന്നതാണ്. ഏവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. പുണ്യപൈതൃകത്തിൻ്റെ നന്ദി.